ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ദൈവവചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കുന്ന ദൈവവചന കേൾവിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ കേൾവിക്കാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സ് സ്വർഗത്തിലെ ദൈവം കണ്ട് നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ദൈവവചനത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ മർമ്മങ്ങൾ, വെളിപ്പാടുകൾ, ദൂതുകൾ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണെന്നും പറഞ്ഞ് സ്വീകരിച്ച് അതിനാമേൻ പറഞ്ഞ് പുസ്തകത്തിൽ എഴുതി വെച്ച് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിൽ ദൈവം പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രവൃത്തിയും വചനത്തോടുള്ള നിങ്ങളുടെ താല്പര്യവും സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്. അവിടെ നമ്മളെ തള്ളിക്കളയും ദൈവമല്ല, അവിടെ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവനാണ് ദൈവം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിലാക്കുന്നവനാണ് ദൈവം. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്തൊരു ദൈവപ്രവൃത്തി കാണാൻ, രക്ഷ വെളിപ്പെടുവാൻ നിങ്ങൾ കാംക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, വചനപ്രകാരം ആ വിഷയത്തോട് നിങ്ങൾ സമീപിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിനകത്തെ വിടുതലിൻ്റെ അകത്ത് ദൈവം നിങ്ങളെ ആക്കും. ഈ മെസ്സേജിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ദൈവാത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ദൈവവചനപ്രകാരം അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ വിടുതലിനകത്ത് ദൈവം നിങ്ങളെ ആക്കും. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അല്പം കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ, വിശ്വാസം വർദ്ധിക്കാൻ ഈ ഒരു മെസ്സേജ് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഈ മെസ്സേജ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുന്നത്. പ്രാർത്ഥനയുടെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വിടുതലുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സാധ്യകാര്യങ്ങൾ സാധ്യമാകുന്നു, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നു, ദൈവഹിതപ്രകാരം ജീവിതത്തിനകത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം പ്രാർത്ഥനയിലൂടെ നടക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഈ മെസ്സേജിനകത്ത് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം, കാരണങ്ങളെ അറുത്ത് കളയുന്ന പ്രാർത്ഥന. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സംഭവം ഇവിടെ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം വേണം, ഒരു റീസൺ വേണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വ്യക്തി കയ്യെ കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയോട് വന്ന് ചോദിക്കുകയാണ്, സഹോദര എന്തോ പറ്റി, എന്താണ് കൈ ഒടിയാനുള്ള കാരണം? അപ്പോൾ ആ വ്യക്തി പറയും, ഞാൻ സൈക്കിൾ ചവിട്ടി പോവുമായിരുന്നു, സൈക്കിൾ ഞാൻ സ്പീഡിൽ ചവിട്ടിക്കൊണ്ട് പോയി, അപ്പോഴത്തേക്ക് ബ്രേക്ക് പെട്ടെന്ന് പിടിക്കേണ്ട വന്നു, പക്ഷേ ബ്രേക്ക് എനിക്ക് കിട്ടിയില്ല, വണ്ടി മറിഞ്ഞ് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് എൻ്റെ കാല് ഒടിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്തുവാ? ഓവർ സ്പീഡിൽ പോയി, ബ്രേക്ക് കിട്ടിയില്ല, മറിഞ്ഞു വീണു. അതാണ് എൻ്റെ കാരണം. ഒരു ഉദാഹരണം എന്നാണ് പറഞ്ഞതാണ്. കുഞ്ഞിന് പഴയ പോലെ, മകൾക്ക് ഇപ്പോൾ പഴയ പോലെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല, മറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്നു. എന്തുവാ കാര്യം? യഥാർത്ഥ കാരണം എന്തോ? റീസൺ എന്തുവാ? അതിൻ്റെ റൂട്ട് എവിടെ കിടക്കുന്നത്? അതിൻ്റെ വേരെവിടെ കിടക്കുന്നത്? എന്നാ ഇത് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, പഠിക്കാൻ വിട്ടു, ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് കയറി. വീട്ടിലൊക്കെ നല്ല ഒച്ചായിരുന്നു. ആ കൂട്ടുകെട്ടിനകത്ത് കയറി പതുക്കെ ഒരു ബാക്ക് സ്ലൈഡറായി, പിന്മാറ്റക്കാരിയായി പുറകോട്ട് പോയി. എന്താ കാരണം? ഇങ്ങനെ ഇപ്പോഴത്തെ ഈ ഒരു പിന്മാറ്റത്തിൻ്റെ കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ചില കൂട്ടുകെട്ടിലെത്തിയതാണ്. പഠിക്കാൻ മറ്റൊരു രാജ്യത്ത് വിട്ടു, പക്ഷേ പഠിത്തം അങ്ങോട്ട് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നില്ല. എന്താ കാര്യം? മാനസികമായ എന്തോ വിഷയം ഇടയ്ക്ക് കയറി വന്നു. കാരണം എന്തോ മാനസിക വിഷയം കയറി, ഉഴപ്പ് കയറി, കാരണമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, സാധാരണ രീതിയിൽ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് പോലെ സിമിലറായി കാരണങ്ങൾ, ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ സംഭവിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളെ അറുത്ത് കളയുക.
അറുത്ത് കളയുന്ന പ്രാർത്ഥന. അങ്ങനെ സംഭവിക്കത്തില്ല. ആ കാരണങ്ങൾ അവിടെ ഇല്ലാതാകുക. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, പക്ഷെ പാസ്സായില്ല, നല്ലവണ്ണം എഴുതിയത്. പക്ഷെ പേപ്പർ നോക്കാൻ വന്ന ആൾ വേറൊരു മൂഡിലായിരുന്നു, ദേഷ്യപ്പെട്ട നോക്കി. അതുകൊണ്ട് ജയിക്കേണ്ട പേപ്പർ തോറ്റു. ഏതെങ്കിലും ഒരു ഓഫീസർ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഓഫീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹമാണ് നമ്മുടെ പേപ്പർ എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു മാനസിക സ്ഥിതിയിലല്ല ആ പേപ്പർ നോക്കുന്നുവെങ്കിൽ അത് പാസ്സാക്കത്തില്ല, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അത് ഫെയിലാക്കി വിടും, മുൻപോട്ട് വിടത്തില്ല, റിജക്റ്റ് ചെയ്യും. എന്താ കാരണം? ആ ഒരു ഓഫീസർ വന്ന വേറൊരു ഓഫീസറിന് അനുഭവം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഓഫീസിൽ ചെന്നു വേറൊരു ഓഫീസറായിരുന്നെങ്കിൽ കിട്ടിയാൽ, മറ്റൊരാൾക്ക് വേറൊരു ഓഫീസറാണ് ചെന്നപ്പോൾ ആ വ്യക്തി ഇവരുടെ ഫയലെടുത്തു, ഇവർക്ക് കിട്ടി. പക്ഷെ അതേ സാഹചര്യമില്ല, ഇതിനേക്കാളും നല്ല രീതിയിൽ പോയതാണ്, പക്ഷേ വേറൊരു റിജക്റ്റ് ചെയ്യുന്ന ഓഫീസറിൻ്റെ അടുത്തായി എത്തി. അതാ കാരണം. സ്തോത്രം. ആത്മീക ഭൗതിക വിഷയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആ കാരണങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അറുത്ത് കളയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ, അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇങ്ങനെ സംഭവിക്കാനുള്ളതിൻ്റെ കാരണങ്ങൾ സ്വർഗത്തിലെ ദൈവം അറുത്ത് കളയും. എന്താണ് ഈ ലോകം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള കാരണം? ഈ വേൾഡ്, ഈ ഭൂമി ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താ? ഒരു കാരണമുണ്ട്. എബ്രായർ 11:3 വായിക്കുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായത് അല്ല കാരണമെന്ന് പെരുമാറ്. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ലോകമുണ്ടായതിൻ്റെ പിന്നിലെ കാരണം ദൈവത്തിൻ്റെ വചനമാണ്. റീസൺ, കാരണം എന്തുവാ? വചനമാണ്. കാണുന്ന ഒന്നുമല്ല കാരണം. അപ്പോൾ ലോകത്തിൻ്റെ പിന്നെ ഒരു കാരണമുണ്ട്. മത്തായി സുവിശേഷം 19:3 പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഡിവോഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യം പറയാം. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ചെറിയ ചെറിയ വിഷയങ്ങളാണ് പല കുടുംബത്തിനകത്തും ശത്രുവായവൻ കളവതയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ കുടുംബജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ ഒരു കാരണം ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനൊരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ദുഃഖത്തിൻ്റെ അവസ്ഥ വരത്തില്ലായിരുന്നു. ശരിയല്ലേ? റോങ് ആയിട്ടുള്ള വ്യക്തി കണക്റ്റായി റോങ് ഡിസിഷൻ എടുക്കേണ്ട വന്നു. ആ വ്യക്തി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു കാരണം ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു മണ്ടത്തരം പറ്റത്തില്ലായിരുന്നു, എൻ്റെ ജീവിതത്തിലൊരു പരാജയം സംഭവിക്കത്തില്ലായിരുന്നു. ആ ഒരു കാരണം, ആ വ്യക്തി അവിടെ ഇടയ്ക്ക് കയറിയത്, അതങ്ങ് ഒഴിഞ്ഞു പോരുമെങ്കിൽ നല്ലതായിരുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാനുള്ള ചില സംഭവങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ, അതിൻ്റെ റൂട്ട്, അതിൻ്റെ വേര് അറുത്ത് കളയുന്നതാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. കേട്ടോ, ആമേൻ. അറുത്ത് കളയും. ആ വേർഡാണ് അറുത്ത് കളയും. മരം മുറിച്ച് കളയുന്നത് പോലെ, കയറ് അറുത്ത് കളയുന്നത് പോലെ. 2 കൊരിന്ത്യർ 11:12 ഇങ്ങനെ വായിക്കുന്നത്. പൗലോസ് പറയാം, എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. കണ്ടോ, പൗലോസിനെ നിന്ദിക്കാൻ കാരണം അന്വേഷിക്കുക ആളുകൾ. എന്തേലും ഒരു കാരണം വേണം പൗലോസിനെ നിന്ദിക്കാൻ. പൗലോസ് പറയുക, അവർ എന്നെക്കുറിച്ച് മോശമായത് ചെയ്യാൻ, എന്നെ നിന്ദിക്കാൻ കാരണം അന്വേഷിക്കുന്നുണ്ട്. ആ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം കിട്ടരുത്, കാരണം അറുത്ത് കളയും. അതുകൊണ്ട് എന്തു ചെയ്യും? ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. പ്രാർത്ഥന തുടർന്നോണം കേട്ടോ. കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം കിട്ടത്തില്ല. ആ റീസൺ, ആ സോഴ്സ് ദൈവം ഇല്ലാതാക്കും. വിശ്വസിക്കുന്നവരാമേൻ പറ. ദാനിയേൽ എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വിരോധമായി കാരണം കണ്ടെത്താൻ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ വായിക്കുന്ന, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച്
ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്താൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ. ഞാൻ പറയാം, നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ ഒരു കാരണവും ആർക്കും കിട്ടത്തില്ല കേട്ടോ. പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ നിൽക്കാവോ? ചില കാരണങ്ങളെ ദൈവം അറുത്ത് കളയും. ഈ ലോകത്ത് സംഭവിക്കുന്നതിൻ്റെ പിന്നിലെല്ലാം ഒരു റീസൺ ഉണ്ട് പ്രിയരെ. സദൃശവാക്യക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, കാരണം കൂടാതെ ശാപം പറ്റത്തില്ല. 26-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. ഒരു ശാപം ജീവിതത്തിനകത്ത് വന്നു, ശപിക്കപ്പെട്ടു പോയി. അതിൻ്റെ പിന്നിലൊരു റൂട്ട് കോസുണ്ട് കേട്ടോ. 26-ന്റെ 2-ൽ കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ഒരു കാരണമുണ്ട്, റീസണുണ്ട്, ഒരു കോസുണ്ട്. എന്താ കാരണം? ശാപത്തിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ശാപത്തിൻ്റെ പിന്നിലുള്ള കാരണം ദൈവം ഇല്ലാതാക്കും. അനർത്ഥത്തിൻ്റെ പിന്നിലുള്ള കാരണം, ആ സോഴ്സ് ഇല്ലാതാക്കും. അതിന് വേണ്ടത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന മാതാവേ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, വഴിതെറ്റിപ്പോകാനുള്ള കാരണങ്ങൾ അറുത്ത് കളയണം. തിന്മയുടെ ന്യൂസ് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കേൾക്കാനുള്ളത് അറുത്ത് കളയണം. എന്നെക്കുറിച്ച്, എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നെഗറ്റീവായത് കേൾക്കാൻ കാരണമുണ്ട്, അറുത്ത് കളയണം. ദാനിയേലിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, പൗലോസിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നെഹമ്യാവിൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം അധികം ഒന്നും പ്രസംഗിച്ച് കേൾക്കാത്തൊരു ഭാഗമാണ്. 6-ാം അധ്യായത്തിൻ്റെ 10, 11, 12, 13 വാക്യം വായിക്കും. അവിടെ ഒരു മനുഷ്യനെ കാണാം. അദ്ദേഹം ഒരു പ്രവാചകനാണ്. എന്നാൽ കൂലി മേടിച്ച് തോബിയാവിൻ്റെ കയ്യിൽ നിന്നും സമ്പല്ലത്തിൻ്റെ കയ്യിൽ നിന്ന് കൂലി മേടിച്ചിട്ട് നെഹമ്യാവിന് വിരോധമായിട്ട് പ്രവചനം പറയുക. എന്താ പറയുന്നത് അറിയാവോ? നെഹമ്യാവിനോട് പറയാ, നീ ദൈവാലയത്തിൻ്റെ മന്ദിരത്തിലേക്ക് ഓടിപ്പോണം. മെഹേത്തബേൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനായ ദലായാവിൻ്റെ മകൻ ഷെമയ്യാവിൻ്റെ വീട്ടിലാണ് ചെന്ന്. അദ്ദേഹമാണ് ഈ കാര്യം പറയുക. അപ്പോൾ നെഹമ്യാവിനെ പേടിപ്പിക്കുക, നിന്നെ കൊല്ലാൻ വരുന്നതുകൊണ്ട് നീ ഓടി ദൈവാലയത്തിൻ്റെ മന്ദിരത്തിനകത്ത് കയറിയിരിക്കണം, അവർ രാത്രിയിൽ നിന്നെ കൊല്ലാൻ വരുമെന്ന് പറഞ്ഞു. പേടിച്ചു. അപ്പോൾ നെഹമ്യാവിനെ പേടിപ്പിക്കുക. അപ്പം നെഹമ്യാ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഓടിപ്പോകത്തില്ല. എന്നെപ്പോലെയുള്ള ഒരാൾ പേടിച്ച് പോകത്തില്ല. ഇതുപോലുള്ള നെഗറ്റീവ് വാർത്ത കേൾക്കുമ്പോൾ എന്നെപ്പോലെ പ്രാർത്ഥിക്കും. 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കരയുന്ന നെഹമ്യാവ്, പ്രാർത്ഥിക്കുന്ന നെഹമ്യാവ്, പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ ഓടിച്ച് കളയാൻ പേടിപ്പിക്കുക. അപ്പം നെഹമ്യാ പറയുക, ഞാൻ പേടിച്ചു പോയാൽ ഞാൻ പാപം ചെയ്യുക. എത്ര പവർഫുള്ളാണ്! ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്ന ദൈവമക്കൾ പേടിച്ചാൽ അവർ പാപം ചെയ്യുക കേട്ടോ. മെസ്സേജ് കേൾക്കുന്ന പ്രിയരെ, ദൂത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ വാർത്ത കേൾക്കുമ്പോൾ, നെഗറ്റീവായ ന്യൂസ് കേൾക്കുമ്പോൾ പേടിക്കരുത്. പേടിച്ചാൽ നമ്മൾ പാപം ചെയ്യുക. നെഹമ്യാ പറയുന്നൊരു കാര്യമുണ്ട്, 6-12, ദൈവം അവനെ അയച്ചിട്ടില്ല. തോബിയാവും സമ്പല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നത് കൊണ്ട് അവൻ എനിക്ക് വിരോധമായി പ്രവചനം പറഞ്ഞതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടുന്നതിനും അവർ അവന് കൂലി കൊടുത്തു. അപവാദത്തിന് കാരണം കിട്ടണം. എങ്ങനെങ്കിലും എന്നെ അപവാദം എൻ്റെ ജീവിതത്തിൽ വരുത്തണം, എന്നെ നാണം കെടുത്തണം. അതിന് കാരണം അന്വേഷിക്കുക. നിൻ്റെ ജോലി സ്ഥാപനത്തിൽ നിന്നെ അപമാനപ്പെടുത്തുവാൻ കാരണം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നീ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു കാരണവും കിട്ടത്തില്ല. ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ച, നെഹമ്യാവിന് വേണ്ടി പ്രവർത്തിച്ച, പൗലോസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നീ പ്രാർത്ഥിക്കുമ്പോൾ ആ കാരണത്തെ അറുത്ത് കളയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറ. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ ഒഴിഞ്ഞു പോകും, ചില കാരണങ്ങൾ ഒഴിഞ്ഞു പോകും. യേശു പറഞ്ഞു, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി ദർശനങ്ങളിൽ ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അത് കണ്ട് പേടിക്കാനല്ല, അതിനെ ആത്മാവിൽ ശാസിക്കണം. നെഗറ്റീവായ സംഭവത്തെക്കുറിച്ച്, നിൻ്റെ ചർച്ചിനെക്കുറിച്ച്, നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, നിൻ്റെ ജോലിയെക്കുറിച്ച്, നിൻ്റെ വീട്ടിലുള്ളവരെക്കുറിച്ച് നീ കാണുമ്പോൾ ആത്മാവിൽ അതിനെ ശാസിക്കണം. ആ കാരണങ്ങൾ അറുത്തു മാറട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. 2 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായത്തിൽ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച ഏലിയാവ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്.
ഭക്തനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, അഭിഷേകമുള്ളവനാണ്. എന്നാൽ ആരാം രാജാവ് അദ്ദേഹത്തിൻ്റെ ശയനഗ്രഹത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഏലീശയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. എന്താ സംഭവം? രാജാവിൻ്റെ യുദ്ധമുറകൾ ശയനഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇന്നർ സർക്കിളുമായിട്ട് എടുക്കുന്ന തീരുമാനത്തെ പ്രാർത്ഥനാ മനുഷ്യൻ ആത്മാവിൽ സെൻസ് ചെയ്തിട്ട് അതിനെ ക്യാൻസൽ ചെയ്യുക. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ 8-ാം വാക്യത്തോട്ട് ഇങ്ങനെ വായിക്കുന്നത്: അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി, ഇന്നിന്ന സ്ഥലത്ത് പാളയമിറങ്ങണമെന്ന് എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, ആരാമ്യർ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. എന്ന് പറഞ്ഞാൽ പതിയിരിപ്പുകാരെ ഇരുത്തുക. അവർ പാളയമിറങ്ങുന്ന സ്ഥലത്ത് അവർ പതിയിരിപ്പുകാരെ ഇരുത്തി അങ്ങനൊരു യുദ്ധമെന്ന കാരണത്തെ ഇല്ലാതാക്കുക. എന്താ കാര്യം? പ്രവാചകന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇതൊന്നല്ല, രണ്ടല്ല, പല പ്രാവശ്യം ഇസ്രായേൽ രാജാവിന് ഇങ്ങനെ ഏലീശ പറഞ്ഞു കൊടുത്തു. ഇത് ഹേതുവായിട്ട് ആരാം രാജാവിൻ്റെ മനസ്സ് കലങ്ങി. എന്നിട്ട് ആരാം രാജാവ് ഭൃത്യന്മാരെയെല്ലാം വിളിച്ചിട്ട് പറയുക, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരത്തില്ലേ? അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ രാജാവായ യജമാനനായ രാജാവെ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, പല സ്ഥലത്ത് യുദ്ധത്തിനുള്ള അറ്റാക്ക് വരുമ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്ത് ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ അതില്ലാതായിത്തീരുക. ഇതൊരടയാളമാണ്, ഇതൊരു തെളിവാണ്, ഇതൊരു നിഴല. ദൈവമക്കളായ ഞാനും നിങ്ങളും വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവായ പിശാച് നമുക്കെതിരെ യുദ്ധമുറകളുമായി കടന്നു വരുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കൾ, ചില അഭിഷക്തന്മാർ ഈ ദൂത് കേൾക്കുമ്പോൾ ശക്തിപ്പെടുകയാണ്. നിന്നെ അപമാനപ്പെടുത്തുവാൻ, ജോലി സ്ഥലത്ത് നിന്നെ ജോലി നഷ്ടപ്പെടുത്തുവാൻ, നീ നിൽക്കുന്ന ദേശത്ത് നിന്നെ അപമാനപ്പെടുത്തുവാൻ, ചെയ്യാത്ത കുറ്റം നിന്നിൽ അടിച്ചേൽപ്പിച്ച് നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിൻ്റെ സൽപ്പേര് ദൈവം തന്ന ശുശ്രൂഷ ദൈവം തന്നത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നീ പ്രാർത്ഥനാ മുറിയിൽ അതിനെ കൈകാര്യം ചെയ്ത് ആ കാരണത്തെ അറുത്ത് കളയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കുക. ഈ ദിവസം ഉപവസിച്ച് ഈ ദിവസങ്ങളിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചോ. ചില കാരണങ്ങളെ ദൈവം അറുത്ത് കളയും. എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. യഹോവ നിൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യൻ നിന്നോട് എന്തു ചെയ്യും? മോശയോടുകൂടെ ഇരുന്നതുപോലെ യോശുവയുടെ കൂടിരുന്ന് വൻകാര്യങ്ങളെ പ്രവർത്തിച്ച ദൈവം, മകനെ, മകളെ, സഹോദര, സഹോദരി, നിനക്കു വേണ്ടി, നിൻ്റെ കുടുംബത്തിനു വേണ്ടി ചില കാരണങ്ങൾ പിശാച് കണ്ടെത്തുന്നു, അവൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ കാരണങ്ങളെ അറുത്ത് കളഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, വിടുതലേറ്റിടുകയാണ്. ഇന്നലകളിൽ പരാജയപ്പെടുത്തി പല കാര്യങ്ങളിൽ, ഇന്നലകളിൽ വിഷമിപ്പിച്ചു പല കാരണങ്ങൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, ഭാവിയോടുള്ള ബന്ധത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണങ്ങളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവം ചിലത് ഓർപ്പിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലത് പറഞ്ഞു തരും, ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് പേടിയായിട്ട് വരുമ്പോൾ പേടിച്ചു പോരുത്, അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ആത്മാവിൽ ജാഗരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല ആത്മീയ അനുഭവത്തിന് നന്ദി പറയുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ ദൈവവചന സന്ദേശം കേട്ട ഓരോ വ്യക്തികളെ ഏൽപ്പിക്കുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഈ മെസ്സേജ് കേട്ടിട്ട് ഉറങ്ങുന്നവരുണ്ട്, ഉണരുമ്പോൾ മെസ്സേജ് കേട്ട് കർത്താവെ ഉണരുന്നവരുണ്ട്, പാചകം ചെയ്യുമ്പോൾ, വാഹനത്തിലായിരിക്കും, വീട്ടിലായിരിക്കുമ്പോൾ, പഠിക്കുമ്പോഴൊക്കെ ഈ മെസ്സേജ് കേൾക്കുന്നവരുണ്ട്. അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ശത്രുവായ പിശാചിൻ്റെ തന്ത്രങ്ങൾ പ്രാർത്ഥനാ മുറിക്കകത്ത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ശാസിക്കുവാൻ കൃപ അങ്ങയുടെ മക്കൾക്ക്, ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥനാ മനുഷ്യരാക്കി അങ്ങു മാറ്റണേ കർത്താവേ. സംഭവിക്കാൻ സാധ്യത ഉള്ളതല്ല ഈ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ദൈവഹിതമായൊരു ഹിതപ്രകാരമുള്ളവർ മാത്രം ഈ മെസ്സേജ് കേൾക്കട്ടെ. അസാധ്യങ്ങൾ ഈ ജനത്തിനു വേണ്ടി സാധ്യമാക്കി കൊടുക്കണം. വീണ്ടും മുഴങ്കാലും മടക്കി ഇടിവിൽ നിന്ന് ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി ഈ വ്യക്തികൾ മാറട്ടെ. വിടുതലിൻ്റെ സാക്ഷ്യം അങ്ങ് അയക്കും.
കേൾപ്പിക്കും. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.